കൊച്ചിയോടൊപ്പം കേരളം മുഴുവൻ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും നടുവിൽ പുകയത്ത് നിൽക്കുന്ന ജനത്തിൻ്റെയും സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ പുകഞ്ഞു കത്തി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഗതികേടിൽ സഹതപിച്ചുകൊണ്ട് ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഫ്രാൻസിസ് നറോണ എന്ന ഒരു കഥാകാരൻ്റെ കക്കുകളി എന്ന കഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സ്വതന്ത്ര നാടക ആവിഷ്കാരം ക്രൈസ്തവ സന്യാസത്തെ നാടകത്തിൽ ഉടനീളം അവഹേളിക്കുന്നു എന്ന കാരണത്താൽ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കക്കുകളി എന്ന നാടകത്തിൻ്റെ മൂലകഥയും നാടകത്തിൽ അവതരിപ്പിച്ച കഥയുമായി യാതൊരു സാമ്യവുമില്ല എന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് KCBC മീഡിയ കമ്മീഷൻ. സവർണ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിൻ്റെ ഇരകളായി ദാരിദ്ര്യത്തിലും അടിമത്തത്തിലും ജീവിതം ആരംഭിക്കുകയും ഒടുങ്ങുകയും ചെയ്ത അടിയാള ജനതയുടെ കഥയാണ് കക്കുകളി. വരേണ്യ കമ്മ്യൂണിസം തീർത്ത ദാരിദ്ര്യത്തിൻ്റെ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനാവാത്ത ഇരയാണ് നദാലിയ എന്ന പെൺകുട്ടി. അവളുടെ അമ്മയാകട്ടെ കമ്മ്യൂണിസം തീർത്ത കടുത്ത അടിമത്തത്തിൻ്റെ ഫലമായ കൊടിയ ദാരിദ്ര്യത്തിൽ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുമ്പോഴും ജാതി വർണ്ണ വിവേചനത്തിന് ഇരയായി കറുത്ത സഖാവെന്നാണ് നദാലിയയുടെ അച്ഛനെ അവൾ വിളിക്കുന്നത്. കമ്മ്യൂണിസത്തിന് എക്കാലവും അവരുടെ അടിമകളെ അടിമകളായി തന്നെ കാത്തുസൂക്ഷിക്കാൻ നന്നായിട്ടറിയാം. എങ്കിൽ മാത്രമേ എക്കാലവും കൊടി പിടിക്കാനും ജാഥ നടത്താനും ആളുകൾ കൂടെ ഉണ്ടാകത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമായിരുന്നു നദാലിയയ്ക്ക് മഠത്തിൽ ചേരൽ. അവൾ താല്പര്യപൂർവ്വം സന്യാസം തിരഞ്ഞെടുത്തതല്ല. തൽക്കാലം കമ്മ്യൂണിസം തകർത്തെറിഞ്ഞ തൻ്റെ കുടുംബത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള ഇടം മാത്രമായിരുന്നു നദാലിയയ്ക്ക് മഠത്തിലെ താമസം. അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതാകട്ടെ അവളുടെ അമ്മയും. സന്യാസത്തെ ഒരു ഒളിയിടം മാത്രമായി കണ്ട നദാലിയയ്ക്ക് എങ്ങനെ ഒരു യഥാർത്ഥ സന്യാസിനിയാകാൻ കഴിയും? കറുമ്പൻ സഖാവ് കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് ഉത്തരവാദിത്തമില്ലാതെ ജീവിച്ചത് മൂലം അയാളുടെ ഭാര്യയുടെ ജീവിതത്തിൽ അവർ സഹിക്കേണ്ടി വന്ന കടുത്ത ദുരിതങ്ങൾ തൻ്റെ മകളുടെ ജീവിതത്തിലും ആവർത്തിക്കാതിരിക്കാൻ ആ അമ്മ കണ്ടെത്തിയ വഴിയായിരുന്നു മകളെ മഠത്തിൽ വിടാൻ പ്രേരിപ്പിക്കുക എന്നത്. ദാരിദ്ര്യം മാറ്റാൻ ഒന്നും ചെയ്യാതെ ചുവപ്പൻ ആശയങ്ങളുടെ വെളിവില്ലായ്മയെ പുലുകി ജീവിക്കുന്ന അനേകം കുടുംബങ്ങളിലെ സഹനപുത്രിമാരുടെ പ്രതിനിധികൾ കൂടിയാണ് നദാലിയയും അവളുടെ അമ്മയും. മഠത്തിൽ നിന്ന് സൗജന്യമായി അവർക്ക് ലഭിച്ചിരുന്ന പാൽപ്പൊടി ചന്തയിൽ വിറ്റ് അരിയും മുളകുമെല്ലാം വാങ്ങി ജീവിക്കുന്നുമുണ്ട് ഈ കുടുംബം ഈ കഥയിൽ. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കുടുംബത്തിലെ ദാരിദ്ര്യം മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കറുമ്പൻ സഖാവിന് തോന്നുന്നുമില്ല. രാഷ്ട്രീയ അന്ധത ബാധിച്ച കഥയിലെ കമ്മ്യൂണിസ്റ്റ് അനുയായി വൃന്ദത്തിന് ലക്ഷം വീട്ടിലെ മുഴുപ്പട്ടിണി മാത്രമാണ് കഥ തുടങ്ങുമ്പോഴും തീരുമ്പോഴും പാർട്ടി അടിമകളായി ജീവിച്ചത് വഴി ലഭിച്ച ഏക സമ്പാദ്യം. ഉറച്ച മനസ്സുണ്ടെങ്കിലേ മഠത്തിൽ ചേരാവൂ എന്ന് മഠത്തിൽ നിന്ന് വന്ന സിസ്റ്റർ നദാലിയയെ ഉപദേശിച്ചിട്ട് പോലും നദാലിയ മഠത്തിൽ ചേരുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസം സമ്മാനിച്ച അടിയാള ജീവിതത്തിൻ്റെ അവസാനിക്കാത്ത അടിമബോധത്താൽ അടിമകളായി വെന്ത് നീറി ഒടുങ്ങിയ കുടുംബങ്ങളുടെ കഥയാണ് ഫ്രാൻസിസ് നറോണയുടെ ഈ കഥ. ആ കഥയെയാണ് തീർത്തും വിപരീത ദിശയിൽ മാറ്റി എഴുതി ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുന്നതും കമ്മ്യൂണിസത്തെ ഉയർത്തി കാണിക്കുന്നതുമായ നാടകമായി ഇടതുപക്ഷ സംഘടനകൾ അവതരിപ്പിക്കുന്നത്. ക്രൈസ്തവ മൂല്യങ്ങളെ ഇകഴ്ത്തി കാണിക്കുകയും സന്യാസ ജീവിതചര്യയെ താറടിക്കുകയും ചെയ്യുന്ന പ്രമേയമുള്ള ഈ നാടകത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൈസ്തവ നിന്ദയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്.
കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലും പരിപോഷണത്തിലുമുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ അരങ്ങേറിയ ഈ നാടകത്തിലൂടെ ക്രൈസ്തവ വികാരങ്ങൾ വ്രണപ്പെട്ടതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമാണ്. മാത്രമല്ല, തൃശ്ശൂർ നാടകത്തിൻ്റെ തുടക്കം മുതൽ സാംസ്കാരിക മന്ത്രി VN വാസവനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും മുൻനിരയിൽ തന്നെ ഇരുന്നു കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന ഈ നാടകം കണ്ട് കൈയടിച്ച് ആസ്വദിക്കുകയുണ്ടായി. കാലങ്ങൾ നീണ്ട ആസൂത്രണങ്ങളാണ് ഇത്തരം മതനിന്ദാപരമായ കലാസംരംഭങ്ങൾക്ക് പിന്നിൽ നടക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ആചാരങ്ങളെ ഇകഴ്ത്തിക്കാണിച്ചും കളിയാക്കിയും അതിലെ ചെറുപ്പക്കാരെ സ്വന്തം സമുദായത്തോട് വെറുപ്പും വിദ്വേഷമുള്ളവരാക്കി അവരെ നിരീശ്വരവാദികളാക്കി മാറ്റുക എന്നുള്ളത് തീവ്രവാദ നിലപാടുകളുള്ളവരുടെ പദ്ധതികളാണ്. ഇത്തരക്കാരുടെ ഹിഡൻ അജണ്ടകളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഷെഖേനയുടെ ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില മതങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങൾക്ക് നേരെയും മാത്രമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ മതങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം നേരിടുക, അല്ലെങ്കിൽ അതിനെ മാത്രം എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതിന്റെ പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന യുവതി യുവാക്കളിൽ സ്വന്തം സമുദായത്തിലെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എല്ലാം ഒരു അവമതിപ്പ് സൃഷ്ടിച്ച് അവരെ നിരീശ്വരവാദത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ആ സമുദായത്തിന്റെ ചട്ടക്കൂട് തകർക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും വെള്ളവും വളവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. ആ പറഞ്ഞത് ഇന്നും ഉറച്ചു തന്നെ പറയുന്നു, അതിലൊന്നും ഒരു മാറ്റവുമില്ല. കാരണം ആ പാർട്ടി കോളേജ് സ്കൂൾ തലം മുതൽ തന്നെ ആ പാർട്ടിയെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ ഹൈജാക്ക് ചെയ്ത് കഴിയും. ഇപ്പോഴത് ഒരു പടി കൂടെ കടന്ന് അവരുടെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഒക്കെ എത്തിപ്പെട്ട് കഴിയും. അതായത് നേതൃത്വ സ്ഥാനങ്ങളിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അവശേഷിക്കുന്ന ആ പാർട്ടിയിലെ അന്യമതസ്ഥരായ ആളുകൾക്ക് അതിനെ നിശബ്ദമായി കണ്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴയിലെ ഉണ്ടായ കൂട്ടരാജി. അവിടെ SDP യുമായിട്ട് അന്തർധാര ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ എല്ലാം തന്നെ ആ പാർട്ടിക്കും ആ ഒരു സമുദായത്തിനും വേണ്ടിയുള്ളതായി മാറുകയും മറ്റുള്ളവർക്ക് ഒരു അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതായതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നത് പറഞ്ഞതുപോലെയാണ് ഇവിടെ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനവും അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘങ്ങളും എല്ലാം തന്നെ. അപ്പൊ SFIക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അവർക്ക് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെ മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തൂലിക ഉയരുന്നത്. അതേസമയം എത്രയൊക്കെ അവരുടെ കൺമുന്നിൽ എത്രയൊക്കെ അനീതികൾ നടന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ അനാചാരങ്ങൾ അവർ കണ്ടാലും അവർക്ക് അതിനെയൊന്നും എതിർക്കണമെന്ന് ഒരു തോന്നലേ ഉണ്ടാവുന്നില്ല. നമ്മൾ കണ്ടതാണ് കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച കിതാബ് എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകവേദിയിലേക്ക് മാർച്ച് നടന്ന ആ നാടകം തടസ്സപ്പെടുത്തണം, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാർച്ച് നടത്തിയപ്പോഴും ഈ SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ, DYFI പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, ഈ മുതിർന്ന സഹാക്കൾ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുമക്കൾ ആ വേദിയിൽ സദസ്സിലിരുന്ന് നിറകണ്ണുകളോടെ ഇരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തുറന്നു കാട്ടിയതാണ്. അപ്പോഴൊന്നും ആ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇതില്ലായിരുന്നു. RK സൂരജ് എന്ന് പറയുന്ന റേഡിയോ ജോക്കി, അയാൾ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അതോടുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യം അയാൾക്ക് ഇല്ലാണ്ടായി. കോഴിക്കോട് നടത്തിയ ഫ്ലാഷ് മോബ് നാം കണ്ടതാണ്. എന്തായിരുന്നു അതിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം? അവർക്ക് അതൊന്നും ബാധകമല്ലേ? ഇതേ SFI തന്നെയാണ് ഒരു വിഭാഗത്തിന് നേരെ മാത്രം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും, ഒരു മിസ്റ്റർ യേശു താങ്കൾ പിഴച്ചു പറ്റവനല്ലേ എന്ന് തുടങ്ങുന്ന ഒരു ഭിത്തിയിൽ എഴുതി വെച്ചതിന്റെ പേരിൽ നടപടിയെടുത്ത പ്രധാന പ്രിൻസിപ്പലിന്റെ നേരെ കരാവോ നടത്തിയതും ഈ SFI തന്നെയാണ്.
അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ ലോകമെമ്പാടും ക്രിസ്ത്യൻ വിശ്വാസികൾ പരിപാവനമായി കാണുന്ന വിശുദ്ധ കുരിശിനെ അവഹേളിക്കുവാനായിട്ടാണ് ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രവും വെച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ആവുന്ന ഒരു വാചകവുമായി രംഗത്തെത്തിയത്. അതും നോമ്പുകാലത്താണ് നമ്മൾ ചിന്തിക്കണം. അതെ, ഏറ്റവും പരിപാവനമായി കാണുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് തൂങ്ങുന്ന മുലകളുള്ള തൂങ്ങുന്ന മുലകളുള്ള പെൺകുരിശുകൾ. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ പെൺകുരിശുകൾ ചരിത്രത്തിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് SFIക്കാർക്ക് ചിന്തിക്കാം. അർമേനിയയിൽ നടന്ന ക്രിസ്ത്യൻ വംശഹത്യയിൽ തുർക്കിയിൽ നിന്നുള്ള മുസ്ലിം മത തീവ്രവാദികളാണ് അവിടെ നഗ്നരാക്കി ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുരിശിലേറ്റിയത്. അത് മാത്രമാണ് ചരിത്രത്തിൽ തപ്പിയാൽ കിട്ടുക. പക്ഷെ എന്നാൽ ഇവരുടെ കണ്ണിന്റെ മുന്നിൽ LP സ്കൂൾ കുട്ടികളുടെ ലിംഗത്തിൽ നിന്നും ചോര ഇറ്റിറ്റ് വീഴുന്നത് ഇവർ നിത്യവും കാണാറുണ്ടല്ലോ. അതിനെതിരെ എന്താണ് ഇവർ പ്രതികരിക്കാത്തത്? പ്രതികരിച്ചാൽ പിന്നെ ഇവർ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഇവർക്ക് വളരാൻ സാധിക്കില്ല, നാളെ അധികാരത്തിൽ എത്താൻ സാധിക്കില്ല. ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഈ പുരോഗമന ചിന്താഗതിക്കാരായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നടക്കുന്നത്? അവരുടെ അനുമതി ഇല്ലാതെ എത്ര ക്രൂരമായിട്ടാണ്, എന്തുമാത്രം വേദന നിന്നാണ് ആ കുട്ടികൾ. അപ്പൊ ഇതൊന്നും ഇവർക്ക് കാണാനോ അതിനെ എതിർക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. അതേസമയം ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് എന്തും ആകാമെന്നുള്ളതാണ്. അതിനെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം ഭരണതലത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നു. അതിന്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മളെ ജെയിംസ് സാർ പറഞ്ഞ ഈ തൃശ്ശൂരിൽ നടന്ന, ഗുരുവായൂരിൽ നടന്ന ഈ നാടകം. ഗുരുവായൂർ ക്ഷേത്രവുമായി ഗുരുവായൂർ നടന്ന ഈ നാടക അവതരണത്തിന് ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഹൈന്ദവരെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിക്കാൻ ചില വർഗീയ തീവ്രവാദ ശക്തികൾ ഈ നാടകം അവതരിപ്പിച്ചത് ക്ഷേത്രത്തിലാണെന്നുള്ള തരത്തിൽ ഹീനമായ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാടകത്തിനെതിരെ ക്രൈസ്തവരുടെ പ്രതിഷേധം അണപൊട്ടുന്നു എന്ന് കണ്ടപ്പോൾ ക്രൈസ്തവരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AIYF രംഗത്ത് വന്നിരിക്കുകയാണ്. കക്കുകളി നാടകത്തിനെതിരെ കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ അനാവശ്യ വിവാദങ്ങൾ നാട്ടിൽ വർഗീയ ധ്രുവീകരണത്തിന് മാത്രമേ ഉപകരിക്കൂ എന്നും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് സഭാ നേതൃത്വം പിന്മാറണമെന്നും AIYFന്റെ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഈ നാടകത്തിലെ ഒരു സീനിൽ മഠത്തിലെ സന്യാസിനികളുടെ അടിവസ്ത്രങ്ങൾ തോരണം കെട്ടി വേദിയിൽ പ്രദർശിപ്പിക്കുന്നു. മറ്റൊരു രംഗത്ത് ഒരു കന്യാസ്ത്രീ തൻ്റെ അടിവസ്ത്രമൂരി കാണികളെ പ്രദർശിപ്പിക്കുന്നു. ഇതായിരിക്കും ബിനോയ് ഷബീറിൻ്റെ സംഘടന കണ്ട അവതരണ മികവ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വശത്തേക്ക് മാത്രമാണോ? ക്രൈസ്തവൻ്റെയും ഹിന്ദുവിൻ്റെയും നെഞ്ചത്തേക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ നടക്കുന്നവർ എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയപ്പെടുന്നത് എന്ന് വ്യക്തമാക്കട്ടെ. മദ്രസകളിലെ പീഡനങ്ങളെക്കുറിച്ച് മിണ്ടാൻ എന്തേ ഇടത് യുവജന സംഘടനകൾക്ക് ധൈര്യമില്ലാത്തത്? സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ശക്തീകരണത്തിനും വേണ്ടി വാദിക്കുന്നവർ എന്നവകാശപ്പെടുന്നവർ സ്ത്രീകളുടെ കണ്ണുകൾ പോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ കറുത്ത വസ്ത്രത്തിൽ പൊതിഞ്ഞ് നടക്കുന്നവരുടെ ഗതികേടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ആവിഷ്കാരങ്ങൾ മെനയാത്തത്? വിവരമറിയുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കൈകാലുകൾ നഷ്ടപ്പെടാനും വോട്ടുകളുടെ എണ്ണം കുറയാനും അത് കാരണമാകുമെന്ന് നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഈ ഇരട്ടത്താപ്പൊക്കെ ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ക്രൈസ്തവരുടെ പുറത്തോട്ട് മാത്രം മെക്കിട്ട് കയറി ആവിഷ്കാര സ്വാതന്ത്ര്യം ആഘോഷിക്കാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ ഉയരാൻ പോകുന്നത്. തൃശ്ശൂർ അതിരൂപത അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. 80കളിൽ ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സിൻ്റെ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകത്തിലൂടെ നടത്തിയ ക്രൈസ്തവ നിന്ദയ്ക്കെതിരെ കേരളം കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്നത് ഒരു സാമ്പിൾ മാത്രമെന്ന് കുട്ടി സഖാക്കളും മൂത്ത സഖാക്കളും മനസ്സിലാക്കിയാൽ നല്ലത്.
കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി യാതൊരുവിധ ജാതി മത പരിഗണനകളുമില്ലാതെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുന്ന സന്യസ്തരെ ആദരിക്കാനുള്ള വലിപ്പമൊന്നും സഖാക്കൾക്ക് ഇല്ലെന്ന് നന്നായിട്ടറിയാം. പക്ഷേ ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുക. ക്രൈസ്തവ സന്യസ്ത ജീവിതം അടിമത്തമോ അടിച്ചമർത്തലോ അല്ലെന്നും അത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും യഥാർത്ഥ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതിഫലനവുമാണെന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് സിസ്റ്റർ തെരേസ് മാർട്ടിൻ പ്രഖ്യാപിക്കുകയുണ്ടായി. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ സന്യാസം എന്ന് പറയുന്നത് അടിമത്തമാണെന്ന്. പക്ഷെ ഞാനൊരു സന്യാസിയാണ്. 14 വർഷമായി ഞാൻ ഈ സന്യാസ ജീവിതം ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എനിക്ക് പറയാനായിട്ട് സാധിക്കും, ഇതൊരിക്കലും ഒരു അടിച്ചമർത്തപ്പെട്ട ജീവിതമല്ല. ഞങ്ങളുടെ സ്വപ്നങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒന്നും ആരും അടിച്ചമർത്തിയിട്ടുമില്ല. കാരണം ഇത്രമാത്രം ഒരു നന്മ സമൂഹത്തിന് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ ആരെങ്കിലും അടിച്ചമർത്തിയാൽ അത് നടക്കില്ലല്ലോ, ഒരിക്കലും അത് സാധിക്കില്ല. ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആരും അതിര് വെച്ചിട്ടുമില്ല. എപ്പോഴും ഞങ്ങൾ അടിമകളാണ്, അത് ക്രിസ്തുവിന്റെ അടിമകളാണ്, അങ്ങനെ വേണേൽ നമുക്ക് പറയാം. ക്രിസ്തുവിന്റെ അടിമ, കാരണം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിലൊരു നന്മയുടെ തിരിവട്ടമാകുക എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, ഒരു വിളക്ക് കത്തി നിൽക്കണമെങ്കിൽ ആ വിളക്ക് എരിയുന്നുണ്ടല്ലേ, ആ വിളക്ക് എരിഞ്ഞാണ് അതിന് ചുറ്റും പ്രകാശം പരത്താനായിട്ട്, പ്രകാശം നൽകാനായിട്ട് അതിന് സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതം എരിയുന്നുണ്ട്, അത് എരിഞ്ഞു തീരുന്നുണ്ട്. പക്ഷെ ആ എരിഞ്ഞു തീരലില് ഒരു പ്രകാശം ഈ ഒരു സമൂഹത്തിന് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വപ്നം, ഈശോയാണ് ഞങ്ങൾ അനുഗമിക്കുന്നത്. ഈശോ ഈ ലോകത്ത് ജീവിച്ചപ്പോ, ഈശോ 3 വർഷക്കാലമാണ് അവൻ പരസ്യ ജീവിതം ജീവിച്ചത്. ഈശോ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കാനാണ് ഞങ്ങളും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ അരങ്ങേറിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസ വിഷയങ്ങളെ അവഹേളിക്കുന്ന രണ്ടാമത്തെ സംഭവം, മുഖ്യമന്ത്രി പഠിച്ച കോളേജായ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ SFI പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രത്തിൽ വിശുദ്ധ കുരിശിനെ അവഹേളിച്ചതാണ്. വിശുദ്ധ കുരിശിലേക്ക് ഒരു പെൺ രൂപത്തെ ചേർത്ത് വെച്ച് അശ്ലീലം ചുവയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് അതിനെ അലങ്കരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വൈരികളോട് കലിപ്പ് തീർക്കാൻ കലയെ കൂട്ടുപിടിക്കുന്ന കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഉപയോഗമെന്ന വ്യാജേന ക്രൈസ്തവർ ഏറ്റവും പരിപാവനമായി കാണുന്ന വിശുദ്ധ കുരിശിനെയാണ് അങ്ങേയറ്റം നിന്ദ്യമായി അവഹേളിച്ചത്. ക്രൈസ്തവ സമൂഹം ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്തു തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയ വിശുദ്ധ കുരിശിനെ ഏറെ ധ്യാനിക്കുന്ന ഈ വലിയ നോയമ്പ് കാലത്താണ് ക്രൈസ്തവരെ ഏറ്റവും ആഴത്തിൽ വേദനിപ്പിക്കുന്ന ഈ കടുത്ത അവഹേളനം നടന്നത്. ഇതിൻ്റെ കാരണം ക്രൈസ്തവർ പൊതുവെ സമാധാന കാംക്ഷികളാണ് എന്ന് SFIക്കാർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. പിന്നെ ക്രൈസ്തവൻ്റെയോ ഹൈന്ദവൻ്റെയോ മതവിശ്വാസങ്ങളെ വികലമാക്കി ചിത്രീകരിച്ച് മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ടാടാൻ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ധൈര്യമുള്ളൂ. തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളിടത്ത് മാത്രം വിരിയുന്ന ഇവരുടെ നിഗൂഢമായ നവോത്ഥാനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള വ്യക്തമായ മറുപടിയുമായി ഫാദർ ടോം ഓലിക്കരോട്ട് ഷെക്കിനയുടെ ട്രൂത്ത് ഫൈറ്റർ പ്രോഗ്രാമിൽ പറഞ്ഞത് കേൾക്കുക. കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പിയിടുന്ന പരട്ടപ്പിള്ളേർ പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിലവാരമാണ് SFI സംഘടന ബ്രണ്ണൻ കോളേജിലെ ഈ ആവിഷ്കാരണത്തിലൂടെ നടത്തുന്നത്. ഇതാദ്യമല്ല ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ആക്ഷേപങ്ങൾ, അവഹേളനങ്ങൾ നടക്കുന്നത്. ഇതിനു മുമ്പ് പെല്ലറ്റ് എന്ന പേരിൽ അവർ എഴുതിയ ഒരു കയ്യെഴുത്തു മാസികയിൽ ക്രൈസ്തവ വിശ്വാസത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രംഗമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നവാഗതർക്ക് സ്വാഗതം കൊടുക്കുന്നിടത്ത് അശ്ലീല ചിത്രങ്ങളോടൊപ്പം അമേരിക്കൻ സ്വർഗ ലൈംഗിക പ്രേമിയായ ഗോയിറ്റുബറിയുടെ ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ് നോട്ട് ഫോർ അവർ സെക്ഷുവാലിറ്റി എന്ന കുപ്രസിദ്ധ വാചകം ചേർത്ത് വെച്ചതും ഇതേ SFI സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക്
എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ളതിനകത്ത് മറ്റൊരു സംശയത്തിനും ആവശ്യമില്ല. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ, മൂല്യബോധങ്ങൾക്കെതിരെ ഒരു പൊതുസമൂഹത്തെ, വളർന്നു വരുന്ന തലമുറയുടെ ബോധമണ്ഡലത്തെ തിരിച്ചുവിടാൻ, വിഷലിപ്തമാക്കാനുള്ള കൃത്യമായ അജണ്ടയോടുകൂടിയാണ് SFI ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഒരു സാക്ഷ്യമാണ് ഈ ബ്രണ്ണൻ കോളേജിലെ കുരിശിനെ അവഹേളിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ നികൃഷ്ടവും സംസ്കാരശൂന്യവുമായ ഈ ഒരു പോസ്റ്റർ. ബ്രണ്ണൻ കോളേജിന്റെ പിറവിക്ക് കാരണമായിട്ടുള്ള എഡ്വേർഡ് ബ്രണ്ണനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഈ പിള്ളേർ ഇത്തരം പോക്കണം കെട്ട പരിപാടിയുമായിട്ട് ഇറങ്ങുകയോ ഇങ്ങനെയുള്ള അധമ കലാസൃഷ്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും മ്ലേച്ഛത എഴുതി സാഹിത്യകാരന്മാരുടെ പദവിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അവർ അവസരം കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ല. അപമാനകരമാണ് SFIയുടെ ഈ ഒരു നിലപാട്, ഇങ്ങനെയുള്ള പ്രോത്സാഹനപരമായ കാര്യങ്ങൾ. 35 വർഷം 1800കളുടെ ആദ്യപാദം തലശ്ശേരി കടയിലെത്തുകയും ഈ നാട്ടുകാരനായി ജീവിക്കുകയും ഇവിടെ മരിക്കുകയും ചെയ്ത എഡ്വേർഡ് ബ്രണ്ണന്റെ വിൽപത്രത്തിൽ തലശ്ശേരിയിലുള്ള സാധുക്കളായ മനുഷ്യർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം നീക്കിവെച്ച 1.5 ലക്ഷം രൂപയിൽ നിന്നാണ് 1962 ഈ സ്കൂൾ, ബ്രണ്ണൻ സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നീട് അത് കോളേജായിട്ട് ഉയർത്തപ്പെടും. നീണ്ട വർഷങ്ങൾ ജർമ്മനി ആസ്ഥാനമായിട്ടുള്ള ബേസിൽ മിഷൻ ആയിരുന്നു, ക്രൈസ്തവ സംഘടനയായിരുന്നു ഈ കോളേജിന്റെ നടത്തിപ്പിന്, സ്കൂളിന്റെ നടത്തിപ്പിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തത്. അങ്ങനെയുള്ള മനുഷ്യസ്നേഹികളുടെ പദവിയിൽ എന്നും ഇടം പിടിച്ചിട്ടുള്ള എഡ്വേർഡ് ബ്രണ്ണൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവൻ, അദ്ദേഹം ആരാധിച്ചിരുന്ന, അദ്ദേഹം പൂജിച്ചിരുന്ന വിശുദ്ധ കുരിശിനെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കലാലയത്തിൽ വർഷങ്ങൾക്കിപ്പുറം ആക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കുടിച്ച വെള്ളത്തിൽ തുപ്പിയിടുന്ന നന്ദികേട് എന്ന് പറയുന്നത്. SFIക്കാർ രാഷ്ട്രീയം മാത്രം പഠിച്ചാൽ പോരാ, ദാസ് ക്യാപിറ്റൽ വിറ്റ്, കാർൾ മാർക്സിന്റെ മൂലധനം വിറ്റിട്ടുണ്ടാക്കിയ പണം കൊണ്ടല്ല ബ്രണ്ണൻ സ്കൂളിന് തുടക്കം കുറിച്ചത്. എഡ്വേർഡ് ബ്രണ്ണൻ എന്ന മിഷണറിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും അയാളുടെ ഉദാത്തമായ ക്രൈസ്തവ മാനവികതയുടെയും ധാർമ്മിക ബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ബലത്തിലാണ് സ്ഥാപനം പടുത്തുയർത്തുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടാവണം, സ്മരണയുണ്ടാവണം, എവിടെ നിന്നാണ്, എങ്ങനെയുള്ള മനുഷ്യരാൽ തുടക്കപ്പെട്ടതാണ് തങ്ങൾ ഇന്ന് വികൃതമായ, അശ്ലീലമായ മതനിന്ദ നടത്തുന്ന വ്യക്തികളുടെ, സമൂഹത്തിന്റെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന വികലവും വിലക്ഷണവുമായ സാഹിത്യം കൊണ്ട് മലിനമാക്കുന്ന അന്തരീക്ഷങ്ങളെന്ന് സ്മരണയുണ്ടാവണം, ഓർമ്മയുണ്ടാവണം കേരളത്തിലെ വളർന്നു വരുന്ന രാഷ്ട്രീയം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും. കഴിഞ്ഞുപോയ വനിതാ ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്തത്, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അതികഠിനമായ അപമാനങ്ങൾക്കും വേദനകൾക്കും വിചാരണകൾക്കും വിധേയായിട്ടും അവിടെ ഒന്നും പതറി വീഴാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന സിസ്റ്റർ സെഫി എന്ന ഉരുക്കു വനിതയെക്കുറിച്ചായിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച അഭയ കേസിൽ CBIയുടെ തെറ്റായ നടപടികൾക്ക് വഴിപ്പെട്ട് പ്രതിയായി ശിക്ഷയനുഭവിച്ച സിസ്റ്റർ സെഫിക്ക് കഴിഞ്ഞ വർഷം കേരള ഹൈക്കോടതി ജാമ്യം നൽകുകയുണ്ടായി. ഒരുപാട് വൈരുദ്ധ്യങ്ങളും പൊരുത്തക്കേടുകളും നിറഞ്ഞ CBI വിചാരണ കോടതി വിധിയെ തന്നെ മരവിപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേസിന്റെ അന്വേഷണ കോലാഹലങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമായിരുന്നു കന്യാകത്വ പരിശോധന. അത് നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് ഈ അടുത്തയിടെ ദില്ലി ഹൈക്കോടതിയുടെ വിധിന്യായം വന്നപ്പോൾ മനുഷ്യത്വം വറ്റാത്തവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ സിസ്റ്റർ സെഫി എന്ന യഥാർത്ഥ അതിജീവിത അനുഭവിച്ചു തീർത്ത, ഒരുപക്ഷെ ലോകത്ത് ഒരു സ്ത്രീയും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത നൊമ്പരങ്ങളും അപമാനങ്ങളും. ഈ അടുത്തയിടെ അന്തരിച്ച ഡോക്ടറും സിനിമാ താരം ജഗദീഷിൻ്റെ ഭാര്യയുമായിരുന്ന ഡോക്ടർ രമ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഫോറൻസിക് ഹെഡായിരിക്കുമ്പോൾ 2008 അങ്ങേയറ്റം വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ കുപ്രസിദ്ധമായ പരിശോധന നടന്നത്.
കേസന്വേഷണങ്ങളിൽ വളരെ മോശം സർവീസ് റെക്കോർഡുള്ള CBI ഉദ്യോഗസ്ഥനെ കൊണ്ട് കള്ളത്തെളിവുകളും കള്ളസാക്ഷികളെയും ഉണ്ടാക്കി. അതിൻ്റെ ബാക്കി പത്രമായിട്ടായിരുന്നു അങ്ങേയറ്റം നിന്ദ്യവും ക്രൂരവുമായ പരിശോധന നടന്നത്. ഫലമോ അവർ കന്യക തന്നെയാണെന്ന് കണ്ടെത്തി. എന്നിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ കന്യാചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിച്ചതാകാമെന്ന അങ്ങേയറ്റം വിചിത്രവും ഹീനവുമായ നിഗമനത്തിലാണ് ഡോക്ടർ രമ എത്തിച്ചേർന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാധ്യമങ്ങളും അത് ശരിക്കും ആഘോഷിച്ചുകൊണ്ട് നിരാലംബയായ ഒരു സ്ത്രീയെ അവർ കൂട്ടമായി കൊത്തിപ്പറിച്ചു. ദില്ലി ഹൈക്കോടതിയുടെ ഈ വിധി പകർപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മുഖേന രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും കൈമാറാനും ജുഡീഷ്യൽ അക്കാദമി, പോലീസ് അക്കാദമി എന്നിവരുടെ പാഠ്യക്രമത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പ്രോസിക്യൂട്ടർമാർക്കുമുള്ള ശില്പശാലകളിലും ഉൾപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിൽ പറയുകയുണ്ടായി. ഭരണഘടനയ്ക്കപ്പുറത്ത് മാനവികതയ്ക്കും വ്യക്തിയുടെ അന്തസ്സ് സംബന്ധിച്ച തത്വങ്ങൾക്കും വിരുദ്ധമാണെന്നും കന്യാകത്വ പരിശോധന നടത്തുന്നതിലൂടെ ഭരണഘടനയുടെ 21ാമത് അനുച്ഛേദം ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശമാണ് ഹനിക്കപ്പെടുന്നത് എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇരയാണോ പ്രതിയാണോ എന്നതൊന്നും ഇത്തരം പരിശോധന നടത്തുന്നതിനുള്ള ന്യായീകരണമല്ലെന്നും ക്രിമിനൽ കേസിലെ നടപടികൾ പൂർത്തിയായ ശേഷം CBIക്കെതിരെ സിസ്റ്റർ സെഫിക്ക് മനുഷ്യ അവകാശ കമ്മീഷനെ സമീപിക്കാമെന്നും കോടതി പറയുകയുണ്ടായി. നിരപരാധിയായ ഒരു കന്യാസ്ത്രീയെ കേസിന്റെ പേരിൽ അവഹേളിച്ചും CBI കോടതി വിധിയെ പൊക്കിപ്പിടിച്ച് ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയയാക്കിയും സ്ത്രീത്വത്തിന് തെല്ലും വില കൽപ്പിക്കാതെ CBI ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും നടത്തിയത് സമാനതകളില്ലാത്ത വേട്ടയാടലുകളായിരുന്നു. സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നുള്ള വേദനകളും അപമാനങ്ങളുമൊക്കെ സഹിച്ച് നീറിക്കഴിഞ്ഞ സിസ്റ്ററിൻ്റെ വേദനകളോട് താതാത്മ്യപ്പെട്ട് അവരെ ആശ്വസിപ്പിച്ചത് സഭയും അവരുടെ സഹപ്രവർത്തകരായ സന്യസ്തരും മാത്രമായിരുന്നു. സിസ്റ്റർ സഭയുടെ നിരപരാധിത്വത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളിൽ വ്യാജമായ റിപ്പോർട്ടുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചത് മുൻ DGP R ശ്രീലേഖയായിരുന്നു. വനിതകൾക്ക് അമിത പ്രാധാന്യവും പരിഗണനകളും നൽകുന്ന സ്ത്രീപക്ഷവാദികളായ ബുദ്ധിജീവികളുടെ നാട്ടിൽ ദാരുണമായി അവഹേളിക്കപ്പെട്ട സിസ്റ്റർ ഭയാനകമായ മനോവേദയും സങ്കടങ്ങളുമായി ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ അന്വേഷണ സംഘവും തന്നെ പരിശോധിച്ച വനിതാ ഡോക്ടർമാരും അവരെ കൂടുതൽ ക്രൂരമായ മാനസിക പീഡനത്തിനാണ് ഇരയാക്കി തീർത്തത്. ചുറ്റുവട്ടത്ത് നിന്ന് വിചാരണ ചെയ്ത് ക്രൂരമായ മനോസുഖം കണ്ടെത്തിയ മാധ്യമങ്ങളുടെയും ദുഷ്ടമനുഷ്യരുടെയും മുന്നിൽ താൻ നിരപരാധിയാണെന്ന് അലറി വിളിച്ച് കരയാൻ പോലും ത്രാണിയില്ലാതെ ക്രൂശിലേക്ക് മാത്രം നോക്കി ആശ്വസിച്ച സിസ്റ്ററിന് ദില്ലി കോടതിയുടെ വിധി വളരെ ആശ്വാസകരമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു പാവം സ്ത്രീ ഒരു മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്ന യാതനകൾ മുഴുവൻ അനുഭവിച്ചു തീർത്തിരുന്നു. വനിതകൾക്ക് ആദരവുമായി മറ്റൊരു വനിതാ ദിനം കൂടെ വന്നുപോയി. പക്ഷേ ആരും മറക്കരുത്, തീവ്രമായ അപമാനങ്ങൾ സഹിച്ചിട്ടും തളർന്നു പോകാതെ ഇന്നും കുരിശിനെ മാത്രം നോക്കി പുഞ്ചിരിയോടെ ജീവിക്കുന്ന സിസ്റ്റർ സെഫിയെ. ഇനിയും നാറ്റിക്കാതിരിക്കണമെങ്കിൽ 30 കോടി തരാമെന്ന് ഭരണകൂടം സ്വപ്നയോട് പറഞ്ഞത്രേ. ഇതിലും വലുത് കേട്ട് ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന കേരളീയര് ഇത് കേട്ട് പ്രത്യേകിച്ച് ഞെട്ടാനൊന്നും പോയി. കാരണം ഇതവർ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ പ്രതിരോധ യാത്രയുമായി കേരളത്തിലുടനീളം സഞ്ചരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വിജേഷ് പിള്ള മുഖാന്തരമാണ് കോടികൾ വാഗ്ദാനം ചെയ്തതത്രേ. അനുസരിച്ചില്ലെങ്കിൽ വകവരുത്തുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്നും അതും ജനങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെ. ആസൂത്രണം എവിടെയോ പാളി. അല്ലായിരുന്നെങ്കിൽ വരമ്പത്ത് തന്നെ കൂലി വാങ്ങി സ്വപ്ന എന്നേക്കുമായി നിശബ്ദയാകുമായിരുന്നു. അങ്ങനെയും പറയപ്പെടുന്നു. ഏതായാലും EDയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. സിംഹാസനങ്ങളുടെ വേദാന്തമായി മാറിയ
അഴിമതിയുടെ ദുർഗന്ധ കോലങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത് കണ്ട് കണ്ട് മടുത്തു ഈ നാട്ടിലെ ജനങ്ങൾ. മുഖ്യധാരാ മാധ്യമങ്ങൾ തള്ളിക്കളയുന്നതും എന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്താ വിശകലനങ്ങളുമായി ന്യൂസ് കാൻ വീണ്ടും അടുത്തയാഴ്ച.